അതേപോലെ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്. അതായത് 7 വർഷത്തിനുള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിലായിരിക്കുന്നവരിൽ ഭാര്യ ആത്മഹത്യ ചെയ്താലും അസ്വാഭാവിക മരണമാണെങ്കിലും ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം. അത് ശരിക്കും നല്ലൊരു ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നതാണ്. അതായത് സ്ത്രീധനങ്ങളുടെ ഒക്കെ പേരിൽ സ്ത്രീകൾ പീഡിപ്പിക്കുന്നതുകൊണ്ട് വന്നതാണ്. നേരെ മറിച്ച് ഈ മനുഷ്യൻ തന്റെ കുട്ടിയെ കാണാൻ അനുവദിക്കുന്നില്ല, തന്നെ വേട്ടയാടുകയാണ്, ഒരുപാട് കാശ് എക്സ്ട്രോക്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് അതിൽ സുഭാഷ് വേദനയോടെ വീഡിയോ ചെയ്ത് ഒരാൾ മരിക്കുകയാണ്. ഞാനൊക്കെ നാഷണൽ മീഡിയ എല്ലാവരും ഒന്നും പറയുന്നില്ല, ചിലരോടൊക്കെ പറയുമ്പോൾ അവരിതൊക്കെ അപ്പുറത്തൊരു ചിരിയോടുകൂടിയാണ് ഇരുന്നത്. ഒരാള് അയാളുടെ വേദന പറഞ്ഞ് സ്വയം ഈ ഭൂലോകത്ത് നിന്ന് ഇല്ലാതാകുകയാണ്. എന്നിട്ട് പോലും ഇവിടെ ആണുങ്ങളോട് ഒരു കരുണ തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം കൂടെ, ഇപ്പോഴും കൂടുതൽ ഏതാണ്, സ്ത്രീകൾക്കാണോ പ്രശ്നം പുരുഷന്മാർക്കാണോ പ്രശ്നം? ഒരു സംശയമില്ല, സ്ത്രീകൾക്കാണോ പ്രശ്നം. പുരുഷന്മാർ അനുഭവിക്കുന്നതിന്റെ 10 ഇരട്ടി പ്രശ്നം തന്നെയാണ് സ്ത്രീകൾ അനുഭവിക്കുന്നത്. ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കണക്കുകൾ എടുത്തു നോക്കിയാൽ മതി. പക്ഷേ 100 സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതി 10 നിരപരാധികളായ പുരുഷന്മാരെ ജയിലിലുള്ള ആവശ്യമുണ്ടോ? 100 സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, 100% സത്യം. പക്ഷേ അതിന്റെ പേരിൽ 10 നിരപരാധികൾ നീയും കൂടെ അനുഭവിച്ചു എന്ന് പറഞ്ഞ് ബാലൻസ് ചെയ്യാൻ പറ്റൂ? ഇനി 2, BBC. ലോക മാധ്യമങ്ങളിലെ എല്ലാ മാധ്യമങ്ങളും ഗോൾഡ് സ്റ്റാൻഡേർഡായി കാണുന്നതാണ് BBC. BBC ഫോൾസ് റേപ്പ് കേസ് ഇന്ത്യ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ BBC കോട്ട് ചെയ്യുന്ന റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് 53.2% ഇന്ത്യയിലെ റേപ്പ് കേസുകളും ഫോൾസ് റേപ്പ് കേസുകളാണ് എന്ന് BBC ഒരു പഠനം കോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം പെട്ടെന്ന് കിട്ടാനുള്ള ഒരു വകുപ്പാണ്. ഇങ്ങനെ പോക്സോ വ്യാപകമായി മിസ്യൂസ് ചെയ്യും. രാം തിവാരി, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം. കേന്ദ്രീയ വിദ്യാലയ രാം തിവാരി റേപ്പ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ഇയാൾ 7 വർഷം ജയിലിൽ കിടന്നു. കോവിഡ് കൂടി ഉള്ളതുകൊണ്ടാണ്. ആ സമയത്താണ് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, തന്റെ ടീച്ചറായ ഈ വ്യക്തി തന്നെ റേപ്പ് ചെയ്തു, തന്നെ പ്രഗ്നന്റ് ആക്കി, തന്നെ അബോർട്ട് ചെയ്തു. ഇതാണ് ഈ വ്യക്തിക്കെതിരെയുള്ള കേസ്. 7 വർഷം ഇയാൾ ജയിലിൽ കിടന്നു. 7 വർഷം കഴിഞ്ഞ് കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്പ് അല്ലായിരുന്നു, ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിരുന്നില്ല, ഈ പെൺകുട്ടിക്ക് അബോർഷൻ സംഭവിച്ചിട്ടില്ല. ഇയാളെ ഈ 7 വർഷത്തിന് ഉത്തരം പറയും. എന്തോ സ്കൂളിലെ പ്രശ്നത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാ. അതായത് റേപ്പ് ചെയ്യപ്പെട്ടു, പ്രഗ്നന്റ് ആയി, അബോർട്ട് ചെയ്തു. കേസിന് ഗ്രാവിറ്റി കൂട്ടാൻ ആരും എഴുതി കൊടുത്ത സംഘങ്ങളാണ്. അപ്പോ എന്നിട്ട് അവസാനം ഇയാൾ വെളിയിൽ വന്നപ്പോ ഇയാളുടെ എന്താ പറയുന്നത്, ഈ മനുഷ്യന്റെ ജീവിതത്തിലെ 7 വർഷവും പറ്റുപോയി. നമുക്കെതിരെ ഇങ്ങനെ കേസ് വന്നാലും പോലീസ് ആദ്യം നേരെ തിരിച്ച് കേസെടുത്തകത്ത് പിന്നീട് ആലോചിക്കാന്ന് പറയും. ഒരു സെൻസ് ഓഫ് ബാലൻസ് ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും വേണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ്. അത് ആർക്കാ കൊണ്ടുവരാൻ കഴിയുന്നത്? അത് മാധ്യമങ്ങൾക്ക്. അതിന്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ സുഹൃത്ത് ശ്രീ ജിംസ് എബ്രഹാം ഉണ്ട്, അദ്ദേഹം എഴുത്തുകാരൻ. അദ്ദേഹം വന്നതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. എനിക്കെതിരെ ഇതേപോലൊരു വ്യാജ കേസ് പോയി. എനിക്കെതിരെ ശബരിമല പ്രക്ഷോഭം നമ്മുടെ കൊടുമ്പിരി കൊണ്ടിരുന്ന അവസരത്തിൽ എനിക്കെതിരെ ഒരു വ്യാജ കേസ് പോയി. ആ വ്യാജ കേസ് എന്ന് പറയുന്നത് ഞാനൊരു പെൺകുട്ടിയെ പോണോഗ്രഫി കാണാൻ മറ്റേ നിർബന്ധിച്ചു എന്നുള്ളതാണ്. അത് ഒരു വകുപ്പാണ്. ആ വകുപ്പിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. എന്റെ വീട്ടിലൊക്കെ 10-12 പേര് എല്ലാ അവസരങ്ങളിലും ഉള്ളതാണ്. ഈ 18 വർഷം മുമ്പ് ഞാനിങ്ങനെ കാണാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ്. എനിക്കത് ഇന്നും നന്ദിയുള്ളത്. എനിക്ക് ഭയങ്കര ഡിഫിഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസക്കുറവാണ്. ആൾക്കാർ എന്നെ എങ്ങനെ കാണുമോ, എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നുമല്ല, കാഷ്വൽ ആയിട്ടെങ്കിലും നികേഷ് കുമാർ സാർ എന്ന് ഇരുന്ന് അപ്പുറത്ത് ലോറൻസ് സഖാവ് ഉണ്ടായിരുന്നു, CPM-ലെ മുതിർന്ന ലോറൻസ് സഖാവ്. അദ്ദേഹത്തോട് ചോദിച്ചു, ഇതേപോലുള്ള കേസുകൾ വെച്ചാണോ ഇയാളുടെ രാഹുൽ ഈശ്വറിന്റെ വാദഗതികളെ നേരിടുന്നതെന്ന് നികേഷ് കുമാർ സാർ ഒന്ന് TV ചോദിച്ചു. അന്ന് ഇത്രയും ചാനലുകളൊന്നുമില്ല, ആകെ 2-3 ചാനലുകൾ ഇത്രയും പ്രോമിനന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വലിയൊരു ആത്മവിശ്വാസം, സന്തോഷമായി. അങ്ങനെ ഒരാളെങ്കിലും ചോദിച്ചല്ലോ എന്നുള്ളത്. നിങ്ങൾ മീഡിയ പറയുന്നതിലൂടെയാണ് നാട്ടുകാർ മനസ്സിലാക്കുന്നത്. കോടതികൾ എന്ത് പറഞ്ഞാലും മീഡിയ ആണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരും കോടതി വിധിയൊന്നും സാധാരണക്കാരൻ വായിച്ചു നോക്കാൻ പോകുന്നില്ല. അപ്പൊ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുമ്പോഴും സപ്പോർട്ട് ചെയ്യുമ്പോഴും ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊടുത്താൽ, മരിച്ചുപോയ മാമുക്കോയെ എന്നൊക്കെ പറഞ്ഞു ഒരു മടിയില്ലാതെയാണ്. എന്നിട്ട് ഓരോ ദിവസം ഓരോരുത്തരോടും പറയുകയാണ്. ഇനി ഈ സ്ത്രീ തന്നെ, ഞാനൊരു സ്ത്രീയുടെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആ സ്ത്രീ തന്നെ അവർക്കെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പേര് TV-യിൽ ഞാൻ കൂടിയിരിക്കുന്ന ചാനൽ ചർച്ചയിൽ പറഞ്ഞു. ആണ് പറഞ്ഞാൽ 2 വർഷമാകത്തിലും, പ്രത്യേകിച്ച് പോക്സോ കേസിൽ കൂടെ പ്രതിയായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പോക്സോ കേസ് കൊടുത്ത പെൺകുട്ടിയുടെ പ്രതിയാണെങ്കിൽ 2 വർഷമാകത്തിലും. ഇവരായതുകൊണ്ട് ആർക്കും പരാതിയൊന്നുമില്ല. അപ്പം നല്ല മെറ്റീരിയലാണ്. പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്ന ആണിനാണ് മുറിവേൽക്കുന്നത് എന്നൊരു ചിന്ത വേണം. അതുകൊണ്ടാണ് മീഡിയക്കാർക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും. കോടതികൾക്കടക്കം ഒരു പരിധിക്കപ്പുറം സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം കോടതി ചെന്ന് പോലീസ് പറയുകയാണ്, ഇപ്പം പോലീസ് എന്റെ കേസിൽ പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തോന്ന് അന്വേഷിക്കാനാണ്? എല്ലാ യൂട്യൂബിൽ എടുത്തില്ലേ, എന്തോന്ന് അന്വേഷിക്കാനാണ് പോലീസ്. ഇനി 2, എന്തിനാണ് ഹണിറോസ് അടക്കം ഓർഗനൈസ്ഡ് ക്രൈം കൊടുത്തത് എനിക്ക് നന്നായിട്ട് അറിയാം. കാര്യം അങ്ങനെ ആകുമ്പോൾ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി എന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കണം, ലാപ്ടോപ്പ് പിടിച്ചെടുക്കണം. ഈ മൊബൈൽ ഫോണിന് നമ്മളെല്ലാം എല്ലാ ദിവസവും വാട്സപ്പിൽ ഒരുപാട് പേര് ഹായ് ഗുഡ് മോർണിംഗ് മറ്റേ ദൈവങ്ങളുടെ പടമൊക്കെ അയക്കുന്നുണ്ട്. നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന. അങ്ങനെ ഞാൻ ഡിലീറ്റ് ഉറപ്പായിട്ട് ഞാനും ചെയ്യും, എല്ലാവരും ചെയ്യും. അടുത്ത ദിവസം നാളെ ചാനൽ ചർച്ചയിൽ ആരെങ്കിലും ചോദിക്കണം, രാഹുൽ ഈശ്വർ എന്തിനാ ആ ഒരു ദിവസം 500 MB ഡിലീറ്റ് ചെയ്തു?
ഒബ്വിയസ്ലി അവിടെ ഇരിക്കുന്ന ഒരു ഉത്തരം കാണൂല, എല്ലാരും ഡിലീറ്റ് ചെയ്തതാണ്. ഇതൊക്കെ ഓരോ കേസിൽ ശ്രീ ദിലീപിന്റെ അടക്കം കേസിൽ നിന്ന് എടുത്ത് പറയുന്നതാണ്. എന്തിന് ആ ഡേറ്റ ഡിലീറ്റ് ചെയ്തു? ഇത് എല്ലാ ദിവസവും എല്ലാവരും നമ്മുടെ മൊബൈലിലൊക്കെ വാട്സപ്പിൽ ഒരു പണിയില്ലാതെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് നമ്മൾ വഹിക്കുമ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാറില്ലേ? എല്ലാത്തിനും എന്നിട്ടൊരു സംശയം, എന്നിട്ട് എല്ലാത്തിനും പറയുന്ന ന്യായം എന്താ അറിയോ? ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായ പോരാട്ടമാണ്. ആയിക്കോട്ടെ, അതിജീവിതയ്ക്ക് വേണ്ടി പോരാടിക്കോളൂ. മറുഭാഗത്ത് നിൽക്കുന്ന ആണും ഒരു മനുഷ്യനാണ് എന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.